ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കേരളത്തിന് അനുവദിക്കേണ്ടതായ അർഹതപ്പെട്ട കേന്ദ്രവിഹിതം ഈ സാമ്പത്തിക വർഷത്തിൽ നാളിതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല. ഈ ഒരു പ്രശ്നം ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാമോ? സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള കേന്ദ്ര വിഹിതങ്ങൾ നമുക്ക് കേരളത്തിന് ലഭ്യമാകുന്നില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുന്നിലുണ്ട്. സർ, 2023-24 കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. 2521.99 കോടി രൂപയ്ക്കാണ് ROP ഗ്രാൻഡായി കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നത്. ഇതിൽ ഈ വർഷം 1376.70 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടിയിരുന്നത്. NHM റിസോഴ്സ് അടിസ്ഥാന സൗകര്യ വികസനം, കൈൻ ഗ്രാന്റ് എന്നീ വിഭാഗങ്ങളിലാണ് തുക അനുവദിക്കുന്നത്. ഈ തുകയിൽ സർ 60-40 എന്ന അനുപാതത്തിലാണ്. 60 കേന്ദ്രം, 40 സംസ്ഥാന സർക്കാർ. സർ, അതിൽ കേന്ദ്രം അനുവദിക്കേണ്ടത് 826.02 കോടിയാണ്. സംസ്ഥാനത്തിന് 550.68 കോടിയും. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കുന്നത്? സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ട 40% വിഹിതം അനുവദിച്ചുകൊണ്ടാണ് NHM ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളം നൽകുന്നത്. ഇത് വലിയ രീതിയിൽ നമ്മുടെ പല മേഖലകളെ ബാധിക്കുന്നുണ്ട്. സർ, ഉദാഹരണം പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിച്ച ഒരു പദ്ധതിയാണ്. അതിൽ കേന്ദ്രം ഒരു വിഹിതം നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 1 രൂപ പോലും അവർ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൽ അവർ പറയുന്ന ഒരു കാര്യം സർ, ബ്രാൻഡിംഗ് നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ ബ്രാൻഡിംഗ് നടത്തിയിരുന്നു. ആ വാദം വാസ്തവ വിരുദ്ധമാണ്. സംസ്ഥാനത്ത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൾ, കുടുംബാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജനകീയ ആരോഗ്യ കേന്ദ്രം, ആ പേരുകൾ നിലനിർത്തിക്കൊണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരുകൾ കൂടി അതിനൊപ്പം ചേർത്ത് വെക്കാം എന്ന് പറഞ്ഞ് അത് ചേർത്ത് വച്ചു. പക്ഷെ എന്നിട്ടും സംസ്ഥാന സർക്കാരിന് അർഹമായിട്ടുള്ള തുക അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അത് വലിയ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ബാധിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ആരോഗ്യ വകുപ്പിന് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ദേശീയാടിസ്ഥാനത്തിൽ നേടിയിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണെന്നും ഈ കാലഘട്ടത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന് ദേശീയ തലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പറയുന്നത് സമയം വലിയ രീതിയിൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. സർ, നമുക്കാണ് സംസ്ഥാനം 3.5 കോടി ജനങ്ങളുള്ള കേരളമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംസ്ഥാനം. സർ, 1658 കോടി രൂപയാണ്. അതിനുള്ള ദേശീയ പുരസ്കാരം കഴിഞ്ഞ 3 വർഷമായി, ഈ വർഷം ഉൾപ്പെടെ തുടർച്ചയായി കേരളത്തിനാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒട്ടനേകം തലങ്ങളിൽ ആരോഗ്യ വകുപ്പിന് ഭക്ഷ്യസുരക്ഷയിൽ, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്, ഭക്ഷ്യസുരക്ഷയിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് കേരളത്തിനാണ് സാർ ഉള്ളത്. അങ്ങനെ ഒട്ടനേകം കാര്യങ്ങളിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.